നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ക്രാമേഴ്സ് റൂൾ ആണ്. എക്കണോമെട്രിക്സിൽ OLS ഡിറൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ക്രാമേഴ്സ് റൂൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ക്രാമേഴ്സ് റൂളിന്റെ ബേസിക് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നാണ് വരുന്നത്. അത് നമ്മൾ എക്കണോമെട്രിക്സിൽ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ അപ്ലൈ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ ഡിറൈവ് ചെയ്യാനായിട്ട്. അപ്പൊ ഇത് ശ്രദ്ധിച്ച് പഠിക്കണം, കാരണം നിങ്ങൾ എക്കണോമെട്രിക്സിൽ ഇതേ കാര്യം തന്നെ അപ്ലൈ ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് വ്യക്തമായിട്ട് പഠിച്ചിട്ട് വേണം പോവാൻ. അപ്പൊ നമ്മൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലീനിയർ ഇക്വേഷൻസ് അൺനോൺസ് ഉള്ള, അതായത് അൺനോൺ വേരിയബിൾസ് ഉള്ള ലീനിയർ ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് അൺനോൺ വാല്യൂസ്, ഇപ്പൊ നമ്മൾക്ക് എക്സും വൈയും ആയിരിക്കും അൺനോൺ വാല്യൂസ്, ഈ എക്സും വൈയും കണ്ടുപിടിക്കാനായിട്ടാണ് ഈ ക്രാമേഴ്സ് റൂൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. a1x പ്ലസ് b1y ഈക്വൽ ടു c1, അതുപോലെ a2x പ്ലസ് b2y ഈക്വൽ ടു c2. ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എക്സ് കണ്ടുപിടിക്കുന്നത്, ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ലൈക്ക് എക്സ് കണ്ടുപിടിക്കുന്നത് ഡിറ്റർമിനന്റ് 1 ബൈ ഡിറ്റർമിനന്റ് ഓഫ് ടോട്ടൽ, അതുപോലെ y കണ്ടുപിടിക്കുന്നത് ഡിറ്റർമിനന്റ് 2 ബൈ ഡിറ്റർമിനന്റ് ഓഫ് ടോട്ടൽ. ഇതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എക്സ് കണ്ടുപിടിക്കുന്നത് d1 ബൈ ഡിയും y കണ്ടുപിടിക്കുന്നത് d2 ബൈ ഡിയും ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഇനി d1 ഉം d2 എങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാല് നമ്മൾ ഇതിനെ ഒരു ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്ന രീതിയിലേക്ക് എഴുതും. അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ഡി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എഴുതാൻ പോകുന്നത് a1 b1 a2 b2. ഇതാണ് ഡിറ്റർമിനന്റ് ഓഫ് ബി. അതായത് ഈ സീനെ മാറ്റി നിർത്തിയിട്ട് a1 b1 a2 b2 അങ്ങനെ എഴുതുന്നതാണ് ഡിറ്റർമിനന്റ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി d1 കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ ഈ a1 a2ന്റെ സ്ഥാനത്ത് c1 c2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, എന്നിട്ട് b1 b2. ഇതാണ് d1. എന്ന് പറഞ്ഞപ്പോ എന്താണ്, d എന്ന് പറയുന്നത് കോമൺ ആണ്. അതായത് c1 c2നെ മാത്രം മാറ്റിയിട്ട് a1 b1 a2 b2 ഇടും. എന്നിട്ട് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ, a1 b2 മൈനസ് a2 b1 ആണല്ലേ d എന്ന് പറയുന്നത്. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോ എങ്ങനെയാ, a1 b2 മൈനസ് b1 a2. ഇതാണ് d. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 2/2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്ന പോലെ a1 b2 മൈനസ് b1 a2 ചെയ്യും. ഇനി d1 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ a1 a2ന്റെ സ്ഥാനത്ത് c1 c2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. a1 a2 മാറ്റിയിട്ട് അവിടെ c1 c2 ഇട്ട് കൊടുക്കും. അപ്പൊ d1 എങ്ങനെ വരും, d1 ചെയ്യുമ്പോൾ c1 b2 മൈനസ് b1 c2 എന്ന് വരും. b1 c2 എന്ന് വരും. ഇവിടെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യുന്നു. ഓക്കെ ആണോ? ഇനി നമുക്ക് d2 ഉണ്ട്. b1 ഇത് b1 c2 അല്ല, d1 ഈക്വൽ ടു c1 b2 മൈനസ് b1 c2. നമ്മൾ 2/2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയല്ലേ, ഇവിടുന്ന് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ഇവിടുന്ന് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ c1 b2 മൈനസ് b1 c2. അതാണ് d1. ഇനി d2 എന്ന് പറയുമ്പോ അപ്പൊ എന്തായിരിക്കും ചെയ്യുന്നത്, a1 a2 അതുപോലെ തന്നെ എഴുതും. എന്നിട്ട് b1 b2ന്റെ സ്ഥാനത്ത് c1 c2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. c1 c2ന്റെ സ്ഥാനത്ത് അല്ലെ b1 b2ന്റെ, ആദ്യം നമ്മൾ d ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് a1 b1 a2 b2 ആയിരുന്നു. d1 എടുക്കുമ്പോൾ ഈ a1 ഉം a2 ഉം കളഞ്ഞിട്ട് അതിന്റെ സ്ഥലത്ത് c1 c2 ഇട്ട് കൊടുക്കും. b1 b2 അതുപോലെ തന്നെ അവിടെ കണ്ടിന്യൂ ചെയ്യും. d2 എടുക്കുമ്പോഴത്തേക്കും a1 a2 അവിടെ വെക്കും. എന്നിട്ട് b1 b2ന്റെ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ c1 c2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെയായിരിക്കും, a1 c2 മൈനസ് c1 a2. ഇങ്ങനെയായിരിക്കും വരുന്നത്. d2 is equal to a1 c2 മൈനസ് c1 a2. ഇത്ര മനസ്സിലായോ? ഇനി ഇതിന് നമുക്ക് എക്സ് എങ്ങനെയാ കിട്ടുന്നേ, എക്സ് കിട്ടാനായിട്ട് d1 ഡിവൈഡഡ് ബൈ d ചെയ്യണം. d1 നമുക്ക് ഇവിടെ കിട്ടി. ഈ d1 ഡിവൈഡഡ് ബൈ ഈ d ചെയ്താൽ എക്സ് കിട്ടും. d2 ഡിവൈഡഡ് ബൈ ഈ d ചെയ്താൽ നമുക്ക് y കിട്ടും. ഇങ്ങനെയാണ് ശരിക്കും എക്കണോമെട്രിക്സിൽ നമ്മൾ β1 ഹാറ്റും β2 ഹാറ്റും എസ്റ്റിമേറ്റ് ചെയ്ത് എടുക്കുന്നത്.
അതിന്റെ ബേസ് ആണ് ഇവിടെ പഠിക്കുന്ന ക്രാമേഴ്സ് റൂൾ. അതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, ക്രാമേഴ്സ് റൂൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എക്സാമിന് എസ്സേ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമുക്ക് സോൾവ് ദി സെറ്റ് ഓഫ് ഇക്വേഷൻസ് യൂസിങ് ക്രാമേഴ്സ് റൂൾ. ഇക്വേഷൻ തന്നിരിക്കുന്നത് 3x plus y equal to 19ഉം അതുപോലെ തന്നെ 3x minus y equal to 23ഉം ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ വേണം? d വേണം, d1 വേണം, d2 വേണം. x എന്ന് പറയുന്നത് d1 by d യും y എന്ന് പറയുന്നത് d2 by d യും ആണെന്ന് നമുക്കറിയാം. അപ്പൊ d കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് എഴുതണം? d ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് ഇതും ഇവിടെ ഉള്ള കോഎഫിഷ്യന്റും ഇതും ഇവിടെ ഉള്ള കോഎഫിഷ്യന്റും. 3, 1, 3, -1. ഇതാണ് d. അത് എത്ര വരും? 3 into -1 minus 3 into 1 which is equal to -3 minus 3 which is equal to -6. -6. മനസ്സിലായില്ല? ഇവിടെ വൈയുടെ കോഎഫിഷ്യന്റ് 1 അല്ലേ? ഇവിടെ വൈയുടെ കോഎഫിഷ്യന്റ് -1 അല്ലേ? പ്രണവന് മനസ്സിലായോ? കേട്ടില്ല, മനസ്സിലായോ? ഓക്കെ. അപ്പോ എ ആണ് നമ്മളിത്, ഇതാണ് A1 അല്ലേ? ഇതാണ് A1, ഇതാണ് B1. അപ്പൊ B1 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 1 ആണ്. ഇതാണ് A2, ഇവിടെയാണ് B2 വരേണ്ടത്. B2 എന്ന് പറയുന്നത് ഇവിടെ -1 ആണ്. ഇതാണ് C1, ഇതാണ് C2. അപ്പൊ നമുക്ക് എങ്ങനെയാ നമ്മൾ എഴുതുന്നത്? A1 B1, A2 B2. A1 is 3, B1 is 1, A2 is 3, B2 is -1. അപ്പൊ ഇതിനെ നമ്മൾ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ 3 into -1 minus 3 into 1 which is equal to -6. d -6 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മള് d1 കണ്ടുപിടിക്കണം. d1 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്തായിരുന്നു ചെയ്യേണ്ടത്? A1 A2ന്റെ അവിടെ C1 C2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ഇവിടെ 19, 23, 1, -1. ഇതാണ് d1. അപ്പൊ എന്ത് കിട്ടും? 19 into -1 minus 23 into 1 that is equal to -19 minus 23 which is equal to -42 -42 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ d1. d2 ഇപ്പൊ പറയാൻ പോവാ. d2 ഇപ്പൊ പറയും. d2 അല്ലേ? അല്ല, 19 എങ്ങനെയാ വന്നതെന്നോ? എടാ, നമ്മള് ആദ്യം d കണ്ടുപിടിക്കുമ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? A1 B1 A2 B2 ആണല്ലോ. ഇനി d1 കണ്ടുപിടിക്കുമ്പോ A1 B1ന്റെ സ്ഥാനത്ത് C1 C2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ A1 B1ന് പകരം ഇവിടെ C1 C2 വരും. ബാക്കി B1 B2 അതുപോലെ തന്നെ അവിടെ ഉണ്ടാവും. എഴുതി വെച്ചിരിക്കുന്ന റൂൾ ഒന്ന് എടുത്ത് നോക്കി. അങ്ങനെയല്ലേ നമ്മൾ എഴുതിയിരിക്കുന്നേ? അപ്പൊ ഇവിടെ C1 എത്രയാ? 19 ആണ്. C2 23 ആണ്. മനസ്സിലായോ? ഞാൻ ഒന്നും കൂടെ ഇത് കഴിഞ്ഞിട്ട് ഇത് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പം ആദ്യത്തെ ഒരു റൗണ്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ d2 കണ്ടുപിടിക്കണം. d2 കണ്ടുപിടിക്കുമ്പോ എന്താ ചെയ്യേണ്ടത്? A1 A2 അവിടെ ഉണ്ടാവും. പക്ഷെ B1 B2ന്റെ സ്ഥാനത്ത് C1 C2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ A1 A2 എന്ന് പറയുന്നത് 3 3 ആണ്. C1 C2 19 23 ഇവിടെ വരും. അപ്പൊ d2 ചെയ്യുമ്പോ എത്ര കിട്ടും? 3 into 23 minus 19 into 3 that is equal to 69 minus അങ്ങനെയല്ലേ? 69 minus 19 into 3 എത്രയാ? 57. അപ്പം 12 അല്ലേ? d2 equal to 12 എന്ന് കിട്ടും. ഇനി എക്സും വൈയും കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? d1 by d ആണ്. d1 എത്രയാ? -42. -42 by d എത്രയാ? -6. -42 by -6 7. x equal to 7.
y എന്ന് പറഞ്ഞ എത്രയാ? d2 by d ആണ്. d2 എത്രയാ? 12. 12 by d minus 6 ആണ്. 12 by minus 6 equal to -2. അങ്ങനെ നമ്മൾ എക്സും വൈയും സോൾവ് ചെയ്തു. x equal to 7, y equal to -2. ഒന്നുകൂടെ പറയട്ടെ? ഒന്നുകൂടെ പറയണോ ക്രിസ്റ്റീന? ഒന്നുകൂടെ പറയണോ? ഇല്ല വേണ്ട മിസ്സേ, മനസ്സിലായി. അശ്വതി, അൽക്ക, പ്രണവേ ഒന്നുകൂടെ പറയണോ? മനസ്സിലായി? ക്ലിയർ ആണ്? ഡൗട്ട് ഇല്ല? ഓക്കെ ആണോ? പോവാം. അൽക്കയ്ക്ക് ഓക്കെ ആണോ? എനിക്ക് മനസ്സിലായി. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ ഒരു മിനിറ്റ്, റണ്ണിങ് ഔട്ട് ഓഫ് ടൈം ആയിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഇനി നമുക്ക് രണ്ട് ഇക്വേഷൻ അല്ലേ ഉണ്ടായിരുന്നത്? എക്സും വൈയും ഉള്ള, അതായത് 2 വേരിയബിൾസ് ഉള്ള രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ. ഇനി നമുക്ക് 3 ഇക്വേഷൻസ് വരും, എക്സ് വൈ ഇസഡ്. അപ്പൊ അത് മൂന്നും കണ്ടുപിടിക്കാനും ഈ മെത്തേഡ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ. അതെങ്ങനെയാന്ന് ആദ്യം റൂള് പറഞ്ഞുതരാം. നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. a1x plus b1y plus z1z equal to d1. അതുപോലെ a2x plus b2y plus c2z equal to d2. പിന്നെ നമുക്ക് a3x plus b3y plus c3z equal to d3. ഇങ്ങനെ 3 ഇക്വേഷൻസ് തന്നിട്ട് നമ്മളോട് പറയും എക്സും വൈയും ഇസഡും കണ്ടുപിടിക്കാൻ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ആദ്യം നമ്മൾ ഡി കണ്ടുപിടിക്കുക. ഡി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? a1 b1 c1, ഡിറ്റർമിനന്റ് ഓഫ് a1 b1 c1, a2 b2 c2 and a3 b3 c3. ഇതാണ് ഡി. ഓക്കെ, ഇതാണ് ഡി. ഇത് 3x3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഉപയോഗിച്ച്, അതായത് a11 c11 plus a12 c12 plus a13 c13, ആ മെത്തേഡ് ഉപയോഗിച്ച് വേണം ഈ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ. കാരണം ഇത് 3x3 മെട്രിക്സ് ആണല്ലേ. ഓക്കെ. അതിനുശേഷം നമുക്ക് d1 കണ്ടുപിടിക്കണം. d1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? a1 a2 a3യുടെ സ്ഥാനത്ത് d1 d2 d3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ d1 എന്ന് പറയുമ്പോൾ a1 a2 a3യുടെ അവിടെ d1 d2 d3 കൊടുക്കുന്നു. ബാക്കിയെല്ലാം അതുപോലെ തന്നെ b1 c1 b2 c2 b3 c3. ഇതാണ് d1. ഓക്കെ, ഇതാണ് d1. അപ്പൊ നമുക്ക് d1 by d ചെയ്ത് കഴിഞ്ഞാൽ x കിട്ടും. d1 by d ചെയ്താൽ x കിട്ടും. d1 ഇവിടെ ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച് ഡിവൈഡഡ് ബൈ ഈ ഡിറ്റർമിനന്റ് ചെയ്താൽ എക്സിന്റെ വാല്യൂ കിട്ടും. ഇനി നമുക്ക് d2 കണ്ടുപിടിക്കണം. d2 എങ്ങനെ എഴുതും? പറഞ്ഞു വെക്കുക. d2 എങ്ങനെ എഴുതേണ്ടത്? എവിടെയാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? ബിയുടെ സ്ഥാനത്ത് b1 b2 b3ക്ക് പകരം d1 d2 d3 കൊടുക്കണം. അപ്പൊ നമ്മുടെ a1 a2 a3 അതുപോലെ തന്നെ അവിടെ ഉണ്ട്. രണ്ടാമത്തേല് d1 d2 d3, മൂന്നാമത്തേല് c1 c2 c3. ഇതാണ് d2. d2 ഡിവൈഡഡ് ബൈ d ചെയ്താൽ നമുക്ക് y കിട്ടും. ഡിവൈഡഡ് ബൈ d ചെയ്താൽ നമുക്ക് y കിട്ടും. ഇനി മൂന്നാമത്തത് ഇസഡിനെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ d3 കണ്ടുപിടിക്കണം. d3 കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യണം? c1 c2 c3ക്ക് പകരം d1 d2 d3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് a1 a2 a3 അവിടെ ഉണ്ട്, b1 b2 b3 അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് d1 d2 d3 വരണം. ഓക്കെ. അതിനുശേഷം d3 ഡിവൈഡഡ് ബൈ d ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇസഡിന്റെ വാല്യൂ കിട്ടും. ഇങ്ങനെയാണ് ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ച് നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്ത് അവിടുത്തെ എക്സ് വൈ ഇസഡ് വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. ഇനി ഇത് ഒരു എക്സ് വൈ ഇസഡ് ക്യൂ അങ്ങനെ എത്ര വേരിയബിൾ വന്നാലും ഇതുപോലെ തന്നെ d1 d2 d3 d4 അപ്പൊ d5 അങ്ങനെ കണ്ടുപിടിച്ചാണ് നമ്മൾ ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നത്. ഓക്കെ.
നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 167 D2ലും D3ലും കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അതൊന്ന് ഈ ബുക്ക് നമ്മൾ എഴുതിയെടുത്തത് നോക്കി കറക്റ്റ് ചെയ്യുക. നമ്മൾ സ്ക്രീനിൽ എഴുതിയിരിക്കുന്നതാണ് കറക്റ്റ്. ബുക്കിൽ D2ലും D3ലും മിസ്റ്റേക്ക് ഉണ്ട്. അത് കറക്റ്റ് ചെയ്യുക. ഓക്കെ ആണോ? ക്രിസ്റ്റീന, അശ്വതി ഓക്കെ ആണോ? പ്രണവെ മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഞാൻ ഈ മീറ്റിംഗ് എൻഡ് ചെയ്തിട്ട് അടുത്ത ലിങ്ക് തരാം. ഇത് 5 മിനിറ്റ്സിൽ എൻഡ് ആവും. എന്നിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ.